ഇന്നെന്താ ഞാൻ ഉണ്ടാക്കണേ? ഞാന് പാസ്ത ഉണ്ടാക്കിണ്ട്. അമ്മ ചോദിച്ച പലാസയാണോ? അത് അങ്ങനെ ഓ ഹസുമോനെ, അല്ലെങ്കിൽ ഇതേപോലെ ലിച്ച കാണണം. ഹലോ, ഇവനൊക്കെ കൊണ്ടുവന്നാലേ വെള്ളപ്പ പാലപ്പല്ലേ? വെള്ളപ്പത്തില് തേങ്ങയൊക്കെ വെള്ളപ്പം. അപ്പം നമ്മൾ പാക്കറ്റ് പൊടി വാങ്ങിച്ചിട്ട് കൂട്ടി വെച്ചായിരുന്നു. അപ്പം അതാണ് ഇന്നത്തെ വിഭവം. ഇന്ന് പത്തിരി ഉണ്ടാക്കിയില്ല അല്ലേ അമ്മ? ഇന്ന് വെള്ളപ്പം കഴിക്കാൻ ഞങ്ങൾക്ക് ആഗ്രഹം. സത്യം പറഞ്ഞാലില്ലേ, വെള്ളപ്പും ഇഡ്ഡലി പാലപ്പവും ഒക്കെ ഉണ്ടാക്കണ അന്ന് ഉമ്മ പട്ടിണി കഴിക്കാരം അല്ലേ അമ്മ? കാരണം എന്താന്ന് വെച്ചാല് ഇമ്മക്ക് ഇഷ്ടമില്ല കേട്ടോ സംഭവം. ഉണ്ടാക്കും, പക്ഷെ ഉമ്മ കഴിക്കൂല. എങ്ങനെയൊക്കെയോ കണ്ണു മുറുക്കി ചിമ്പി ഒരു എന്നിട്ട് കഴിക്കെങ്കിലും കഴിക്കും. പക്ഷെ അതും എങ്ങനെ കഴിക്കമ്മ? കണ്ണ് മുറുക്കി ചിമ്പി. നോമ്പ് പറ്റിട്ടല്ല, സാധാരണ നിങ്ങൾക്ക് ഇഷ്ടമല്ലല്ലോ. എന്നിട്ട് ഇങ്ങനെ ഇതൊക്കെ ഉണ്ടാക്കുമ്പോൾ പറയും, ഷോ ഇന്നിപ്പോൾ ഞാൻ പട്ടിണിയാണല്ലോ, ഇന്നിപ്പോൾ ഞാൻ എന്താ കഴിക്കുക. പിന്നെ ഇന്ന് ബീഫ് കറിയാണ് കേട്ടോ, ബീഫ്. പക്ഷെ നമുക്ക് ഇതിലേക്കില്ലേ കുറുമ ഉണ്ടാക്കിയനിമ്മ വെച്ചിട്ട്. പിന്നെ ഇന്നലെ ഞാൻ പർച്ചേസിങ്ങിന് കോഴിക്കോട് പോയപ്പോൾ 2.5 കിലോ മുന്തിരി വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. സത്യം പറഞ്ഞാൽ ഈ ഒരു റമദാന് ഫുള്ള് നമ്മുടെ മുന്തിരി ജ്യൂസ് ആയിരുന്നു കേട്ടോ. അല്ലാത്ത ജ്യൂസ് ഉണ്ടാക്കും ഇല്ല എന്നല്ല, പക്ഷേ ഉമ്മാക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു ഇക്കാക്കും. അപ്പം നമ്മൾ ഇടയ്ക്ക് ഇത് ഉണ്ടാക്കി വേവിച്ച് വെക്കാറുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ 2.5 കിലോ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അതിൽ 1.5 കിലോ ഇപ്പം ഉണ്ടാക്കുന്നുണ്ട്, ബാക്കി പിന്നെ ഉണ്ടാക്കാമെന്ന് പറഞ്ഞിട്ട്. അപ്പോൾ നിങ്ങൾ ഇങ്ങനെ ഉണ്ടാക്കി വെക്കുന്നതായിട്ട് ബെറ്റർ. നിങ്ങൾക്ക് ഒരു ആഴ്ചക്കോ അല്ലെങ്കിൽ 4 ദിവസം 5 ദിവസത്തിനൊക്കെ എന്തായാലും ഈ ഒരു ജ്യൂസ് യൂസ് ചെയ്യുക. പക്ഷെ ഭയങ്കര ടേസ്റ്റാണ്. നമ്മൾ നോർമലി ജ്യൂസ് അടിക്കാനായിട്ട് നല്ല ടേസ്റ്റാണ്. നമ്മൾ അതിൻ്റെ സത്ത് മാത്രം എടുത്തിട്ട് അതിലേക്ക് നമ്മൾ വെള്ളം ഡയലൂട്ട് ചെയ്യലാണ്. പിന്നെ ഇന്ന് നമ്മൾ പാസ്ത ഉണ്ടാക്കുന്നുണ്ട്. അതിന് വേണ്ടിയിട്ട് ഞാനിതാ ഒരു സൂപ്പർ മാർക്കറ്റിൽ നിന്നൊരു പാസ്തൻ്റെ ഒരു പാക്കറ്റ് വാങ്ങിച്ചിട്ടുണ്ട്. അപ്പോൾ അതിൽ പല ഷേപ്പിലുള്ളുണ്ട്. ഞാനൊരു കുറച്ച് സ്പ്രിങ് ടൈപ്പാണ് വാങ്ങിച്ചിട്ടുള്ളത്. പിന്നെ അതിലേക്ക് വാങ്ങിയിട്ടുള്ള ബട്ടർ വാങ്ങിച്ചിട്ടുണ്ട്. പിന്നെ നമ്മൾ ക്യാപ്സിക്കൻ അങ്ങനെയൊക്കെയാണ് വാങ്ങിച്ചിട്ടുള്ളത്. അപ്പോൾ ഞാൻ വെള്ളം ചൂടാക്കാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അതിലേക്ക് നമ്മൾ പാസ്തൻ്റെ ഈ ഒരു സ്റ്റിക്ക് ഇട്ടിട്ട് ഒന്ന് വേവിച്ചെടുക്കുന്നുണ്ട്. കുറച്ച് നേരം വെന്താൽ മതി കേട്ടോ. അപ്പോൾ അത് കുറച്ചൊരു സ്പ്രിങ് ടൈപ്പുള്ളതാണ് ഞാൻ വാങ്ങിച്ചിട്ടുള്ളത്. നിങ്ങൾക്ക് നോർമലി ടൈപ്പുള്ള പല ഡിസൈനിലുള്ളതൊക്കെ അവൈലബിൾ ആണ്. പിന്നെ അതിലേക്ക് വേണ്ടിയിട്ട് നമ്മളിതാ ഒരു കൂട്ടുണ്ടാക്കി എടുക്കുന്നുണ്ട്. അതിലേക്ക് ഞാൻ എന്നെ വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട്. പിന്നെ ഞാൻ ചെറുതായിട്ട് നമ്മൾ കട്ടറിൽ അരിഞ്ഞിട്ടുള്ള നമ്മുടെ സവാള ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ ഞാൻ ക്യാപ്സിക്കാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. അതിൽ യെല്ലോയും ഗ്രീനും ക്യാപ്സിക്കം എടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഏതെങ്കിലും ഒന്ന് യൂസ് ചെയ്താൽ മതി കേട്ടോ. പക്ഷെ ഞാനൊരു കളർഫുള്ളിന് വേണ്ടിയിട്ടാണ് രണ്ടും വാങ്ങിച്ചിട്ടുള്ളത്. പിന്നെ നമ്മൾ ചെറിയതാക്കി അരിഞ്ഞിട്ടുള്ള തക്കാളി എടുത്തിട്ടുണ്ട്. അപ്പം ഞാനിതെല്ലാം മെഷീനിലാണ് അരിഞ്ഞെടുക്കാറ്. അതാണ് ഈ കുഞ്ഞു പീസായിട്ട് കിട്ടുന്നത് കേട്ടോ. അപ്പം നമ്മൾ റെസ്റ്റോറൻറ്റിൽ നിന്നൊക്കെ വാങ്ങിക്കുന്ന നമ്മൾ പാസ്ത നമുക്ക് തന്നെ വീട്ടിലുണ്ടാക്കി എടുക്കാം കേട്ടോ. അതും സിമ്പിളായിട്ടാണ്. അപ്പോൾ ഞാനത് വെന്തതിന് ശേഷം ഊറ്റി മാറ്റി വെച്ചിട്ടുണ്ട്. ഇന്നെന്താ ഞാൻ ഉണ്ടാക്കണേ? ഞാൻ പാസ്ത ഉണ്ടാക്കിണ്ടായിരുന്നു. അമ്മ ചോദിച്ച പലാസയാണോ? അത് പലാസ പറഞ്ഞ പാൻ്റെ അമ്മ ഇല്ല, എന്നാലും നിങ്ങള് പലാസ എന്നൊക്കെ പറഞ്ഞാണ്ട്. അപ്പൊ നിങ്ങള് കഴിച്ചില്ല പാസ്ത? ഞങ്ങളെ നമ്മള് പോകുമ്പോഴൊക്കെ കഴിക്കണല്ലേ പാസ്ത. അതല്ല, സ്പ്രിങ് അല്ലാത്തോണ്ട്. സ്പ്രിങ് ഉള്ളത് ഇതതില് വേറൊരു ഇതന്നെയാണ്. ഇത് സ്പ്രിങ് ഉള്ളുണ്ട്, സ്പ്രിങ് ഇല്ലാത്തതുണ്ട്. ഇത് ഞാൻ വാങ്ങിച്ച കുറച്ച് സ്പ്രിങ് ഉള്ള ഒരു മോഡലാണ്. ചുരുക്കങ്ങളായി സുന്ദരി നോക്കി. പലാസോ പറഞ്ഞ പാന്റാണ്. എങ്ങനെ പാസ്ത? നമുക്ക് ഇംഗ്ലീഷൊക്കെ അറിയട്ടോ. പഴയ 10ാം ക്ലാസ്സാ. എത്രയിലേ നിങ്ങൾ 10ാം ക്ലാസ് കഴിഞ്ഞേ? അതാ. അപ്പൊ ഉമ്മാന്റെ സത്യാവസ്ഥ ഇട്ട് നിങ്ങളോട് പറഞ്ഞ 9ാം ക്ലാസ്സിൽ 2 വട്ടം തോറ്റണല്ലോ. അത് കേട്ടങ്ങള് 2 വട്ടം തോറ്റോണ്ട് ഇംഗ്ലീഷ് കുറച്ചൊക്കെ അറിയാവുന്ന. അപ്പൊ ജയിച്ചിനെങ്കിൽ അറിയില്ല ഇനില്ലേ?
ഉമ്മ സത്യസന്ധമായിട്ട് പറഞ്ഞിട്ടുണ്ട്. അധികം ആൾക്കാർക്ക് മടിയായിരിക്കും തോറ്റതൊക്കെ പറയാന്. പക്ഷെ ഉമ്മ 2 പ്രാവശ്യം ഞാൻ 9ാം ക്ലാസ് തോറ്റേണ് അറിയണല്ലേ. കളിച്ച് നടന്നല്ലോ. പുളിയച്ചാറിന്ന് നടന്ന് പുളിയച്ചാറും സിപ്പപ്പും നിന്ന് കളിച്ച്. അപ്പൊ ഉമ്മ നല്ല തമാശയൊക്കെ പറഞ്ഞിട്ട് അവിടെ ഉണ്ട്. അപ്പൊ നമ്മുടെ പാസ്ത എന്ന് പറഞ്ഞപ്പോ ഉമ്മ കേട്ടത് ആണ് കേട്ടോ പലാസോ എന്നാണ് കേട്ടിട്ടുള്ളത്. അപ്പൊ നമ്മളിത് സ്പ്രിങ് പോലെ നല്ല രീതിയിൽ ഇതാ വെന്തെടുത്തിട്ടുണ്ട്. ഇതാണ് പലാസോ. അപ്പം ഞാനൊരു പാൻ അടുപ്പത്ത് വെച്ചിട്ട് അതിലേക്ക് ഇതാ കുറച്ച് ബട്ടർ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതിലേക്ക് നമ്മൾ പിന്നെ ആഡ് ചെയ്ത് കൊടുക്കുന്ന വെളുത്തുള്ളിയാണ് കേട്ടോ. അപ്പോൾ വെളുത്തുള്ളി ചെറുതായിട്ട് അരിയുക കേട്ടോ. അപ്പോൾ ഇത് നിങ്ങൾ ഒട്ടും തന്നെ സ്കിപ്പ് ചെയ്യരുത്. വെളുത്തുള്ളിയാണ് ഇതിൻ്റെ മെയിൻ ഒരു ഫ്ലേവർ കൊടുക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം. നമ്മൾ ബട്ടർ ആഡ് ചെയ്തതിന് ശേഷം സിമ്മിലിടാൻ പാടുള്ളൂ. ഒരിക്കലും തീ കൂട്ടി വെക്കരുത് കേട്ടോ. അപ്പോൾ ആ ഒരു ചെറിയ തീയിൽ നമ്മളിതാ ഈ ഒരു വെളുത്തുള്ളിനെ ഒന്ന് മൂപ്പിച്ചെടുക്കുന്നുണ്ട്, ഒന്ന് ഇതാക്കി എടുക്കുന്നുണ്ട്. അപ്പോൾ കുറച്ച് നേരം ഞാൻ ഇളക്കി കൊടുത്തിട്ടുണ്ട്. പിന്നെ അതിലേക്ക് ഞാനിത് ഒരു 3/4 കപ്പ് മൈദ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം ഞാനിത് ഇളക്കി യോജിപ്പിച്ചെടുക്കുന്നുണ്ട് ആ ഒരു ബട്ടറിൽ കേട്ടോ. പിന്നെ അതിനുശേഷം നമുക്കിതിലേക്ക് വേണ്ടിയിട്ടുള്ളത് പാലാണ് കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മൾ അപ്പോൾ ഇതാണ് ആ ഒരു പാസ്തൻ്റെ ഒരു സോസ് ഉണ്ടാക്കി എടുക്കുകയാണ് നമ്മൾ ചെയ്യുന്നത്. വൈറ്റാണ് കേട്ടോ. നിങ്ങൾക്ക് സ്പൈസി ആയിട്ടുള്ളത് ഉണ്ടാക്കാം. പക്ഷേ ഇതാണ് ഞാനൊക്കെ റെസ്റ്റോറൻറ്റിൽ പോയാൽ കൂടുതൽ കഴിക്കാറ്. എനിക്കിഷ്ടമാണ് കേട്ടോ. അപ്പോൾ നമ്മളിതിലൊക്കെ പാലൊക്കെ ആഡ് ചെയ്തെടുത്ത് നല്ല രീതിയിൽ ഇതാ ഒരു ഇളക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ കട്ട പിടിക്കാതെ സിമ്മിലിട്ടിട്ടൊന്ന് ഇളക്കി നല്ല രീതിയിൽ യോജിപ്പിച്ചെടുക്കുക. അതിലേക്ക് നമ്മൾ നേരത്തെ വേവിച്ച് വെച്ചിട്ട് ഉള്ളി ക്യാപ്സിക്കനൊക്കെ ഇല്ലേ, അതൊക്കെ ഇതിലേക്കൊന്ന് ആഡ് ചെയ്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ കണ്ടില്ലേ നല്ല കളർഫുള്ളായി വരുന്നുണ്ട് നമ്മൾ സോസ്. അപ്പോൾ ചെറിയ തീയിൽ നമ്മളിത് അങ്ങനെ ജസ്റ്റ് ഇളക്കി യോജിപ്പിച്ചെടുക്കുന്നുണ്ട്. പിന്നെ ഇതിലേക്ക് നമുക്ക് വേണ്ടിയിട്ടുള്ള 2 ഇൻഗ്രീഡിയൻസ് കൂടി ഉണ്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ വറ്റൽമുളകിൻ്റെ പൊടിയില്ലേ, അത് നമ്മൾ ഹൈപ്പർ മാർക്കറ്റിൽ നിന്ന് വാങ്ങിച്ചത് തന്നെയാണ്. അങ്ങനെ പാക്കറ്റ് വാങ്ങാൻ കിട്ടും. അപ്പോൾ അത് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതിലേക്ക് നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കുന്ന കുരുമുളക് പൊടി, ആവശ്യത്തിനുള്ള ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്തൊക്കെ കഴിക്കാത്തൊരു ഭയങ്കര ടേസ്റ്റാണ്. ചില ആൾക്കാർക്ക് ഫ്ലേവർ ഇഷ്ടമാവില്ല, പക്ഷേ എന്നാലും പാസ്ത എല്ലാവർക്കും ഇഷ്ടമാണെന്ന് എനിക്ക് തോന്നുന്നത്. അപ്പം ഞാനിതിലേക്ക് ഇതാ ആവശ്യത്തിനുള്ള കുരുമുളക് പൊടിയും ഉപ്പും ആഡ് ചെയ്ത് കൊടുത്തതായി യോജിപ്പിച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങളെല്ലാവരും ട്രൈ ചെയ്തിട്ട് നിങ്ങൾ ഫീഡ്ബാക്ക് അറിയിക്കുക കേട്ടോ. അപ്പോൾ ഇത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ നോമ്പ് തുറന്നിട്ടൊക്കെ നമ്മൾ ടൗണിലൊക്കെ പോകുന്നുണ്ട്. അങ്ങനെ എല്ലാം കൂടി ആയിട്ടുള്ളൊരു വ്ളോഗാണ്. നമ്മൾ ഫാമിലി വ്ളോഗ് തന്നെയല്ലേ. അപ്പം നമ്മളിതാ ഇതിലേക്ക് ആ ഒരു പാസ്ത വേവിച്ചെടുത്ത് ഉമ്മ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഉമ്മ പലാസോ അല്ല കേട്ടോ, പാസ്ത തന്നെയാണ് കേട്ടോ പറഞ്ഞിട്ടുള്ളത്. ആദ്യം ജസ്റ്റ് പലാസോ എന്നാണ് ഉമ്മ കേട്ടിട്ടുള്ളത്. പിന്നെ നമ്മളത് ജസ്റ്റ് ഇളക്കിയതാ എന്തൊക്കെ ചേർത്ത് പലതും ചേർത്ത് നല്ലത് ചൂടാൻ ഇത് സിമ്മിലിട്ടണ്. സിമ്മിൽ മതി. വെള്ളമാണോ പറ്റോർന്ന് അതങ്ങനെ തന്നെ ഉണ്ടാവില്ല. അപ്പം എന്താ നമ്മൾ പാസ്ത ഇവിടെ റെഡി ആയിട്ടുണ്ട്. കണ്ടില്ലേ നല്ല അടിപൊളി. കാണുമ്പോൾ തന്നെ നമുക്ക് കഴിക്കാൻ തോന്നുന്നൊരു പരുവമായിട്ടുണ്ട് അല്ലേ. ആ ഒരു വൈറ്റ് സോസിൽ ഒരുപാട് കളർഫുൾ ആയിട്ടുള്ള നമ്മളെ ക്യാപ്സിക്കും എല്ലാം ആഡ് ചെയ്തിട്ട്. അപ്പം നിങ്ങൾക്ക് വേണമെങ്കിൽ മസാല വെച്ചിട്ട് ഉണ്ടാക്കിയെടുക്കാം കേട്ടോ. നമ്മൾ നോർമലി മസാലയൊക്കെ ആഡ് ചെയ്തിട്ട് ഇത് നമ്മൾ വൈറ്റ് പാസ്തയാണ് ഉണ്ടാക്കിയെടുത്തിട്ടുള്ളത്. അപ്പോൾ ഇത് നല്ല ക്രീമി പരുവമായിട്ടുണ്ട്. നമ്മൾ ഈ ഒരു പരുവത്തിലാണ് സാധാരണ നമ്മൾ കഴിക്കാറ് കേട്ടോ. നിങ്ങൾക്ക് ഇനി ലൂസ് ആക്കണം എന്നുണ്ടെങ്കിൽ കുറച്ച് പാൽ ആഡ് ചെയ്തിട്ട് ഒന്ന് ലൂസാക്കി എടുത്താൽ മതി. അപ്പം ഞാനിതാ അത് സിമ്മിലിട്ടിട്ടൊന്ന് ഇങ്ങനെ ജസ്റ്റ് അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ച് വേവിച്ചെടുക്കുകയാണ്. അപ്പം നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന വ്യൂസ് ഉണ്ടെങ്കിൽ ഇഷ്ടപ്പെട്ട ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പം നമ്മുടെ ഓൺലൈൻ സ്റ്റോറിൽ കുറേ അപ്ഡേഷൻ ചെയ്തതിൽ കുറേ സോൾഡ് ഔട്ട് ആയിട്ടുണ്ട്. ഇന്നലെ കുറേ ചെയ്തിട്ടുണ്ട്. അതൊക്കെ ഒന്ന് ഇൻസ്റ്റാഗ്രാമിലൊന്ന് പോയി നോക്കട്ടോ. പിന്നെ ഇതാ നമ്മൾ ആ ഒരു മുന്തിരി വേവിച്ചെടുത്തിട്ടുണ്ട് കുക്കറിൽ. അത് നമ്മളിതാ അതിൽ നിന്ന് കുറച്ച് ആ വേവിച്ച് പൾപ്പിൽ നിന്ന് കുറച്ചെടുത്തിട്ട് നമ്മൾ അതിലേക്ക് കുറച്ച് തണുത്ത വെള്ളം ആഡ് ചെയ്തെടുത്തുനിന്ന് നീട്ടിയെടുത്തിട്ടുണ്ട്. അതാണ് ഇന്നത്തെ ജ്യൂസ് ഇട്ടാ. പിന്നെ എന്താ നമ്മൾ പാസ്ത ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമ്മളിതാ നോമ്പെടുക്കുന്നതിന് മുന്നേ ഇതാ ഇവിടെ സെറ്റ് ചെയ്ത് വെക്കുകയാണ്. കണ്ടില്ലേ, നമ്മൾ റെസ്റ്റോറൻറ്റിൽ നിന്ന് വാങ്ങിക്കുന്ന അതേ ടേസ്റ്റും അതേ ലുക്കിലാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത് അല്ലേ. ഓ ഹസുമോനെ, ഹസുവോ ചുട്ടിത്ത പപ്പക്ക് സാലഡിക്ക് വേണ്ടി അരിഞ്ഞു കൊടുക്കുക. ബസു ഇതാട്ടെ കക്കരിക്ക അരിഞ്ഞു കൊടുക്കണേ. പപ്പ ഇതവിടെ ഫ്രൂട്ട്സ് ഒക്കെ കട്ട് ചെയ്യണേ അല്ലേ. വരുന്നുണ്ട് അരി കൊടുക്ക്. എന്തിനാ വരുന്നേ? ഓന് മുടി കെട്ടിക്കണ്ട. അപ്പൊ നമുക്ക് നമ്മൾ പോവല്ലേ അരിയോടെ? ഈ വരുന്നുണ്ടാ? ഇന്നെന്തേ പൈനാപ്പിൾ വാങ്ങി ഒരു പീസ്.
അപ്പോൾ ഇതാ നമ്മുടെ ഇന്ന് അരീക്കോട് പോവുകയാണ്. അസുവിന് മുടി ഒട്ടിക്കണം, പിന്നെ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഹസുമോനും ഇക്ക് ഞങ്ങളിതാ നോമ്പക്കറിന്ന് ക്ഷീണൊക്കെ മാറിയതിൻ്റെ ശേഷം അസുവ പോവല്ലേ? എവിടെ പോണേ? ഓന് മുടി വെട്ടൊക്കെ വേണം. അപ്പം അതിന് വേണ്ടിയിട്ട് നമ്മളിതാ ഒരു കുറച്ച് പോവല്ലേ? ഇന്നലെ എടുത്ത ഡ്രസ്സ് ശരിയാക്കാനും ഉണ്ടാവും അല്ലേ? ഷേപ്പാക്കണ്ട. അപ്പൊ അസുഖം നല്ല അടിപൊളി ത്രില്ലില് പോണേ. മുടി വെട്ടാനാടാ. അപ്പോൾ ഞങ്ങൾ നൈറ്റിൽ ഇറങ്ങുകയാണ്. നമ്മൾ ഷോപ്പിംഗ് ഒന്നുമല്ല, കാര്യമായിട്ട് ജസ്റ്റ് നമ്മളിപ്പോൾ എന്നും ടൗണിലേക്ക് പോകാറുണ്ട് കേട്ടോ, എന്തെങ്കിലും കുലിക്കൊക്കെ കുടിക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ പോവുക തന്നെയാണ്. പിന്നെ ഹസുവിന് മുടിയൊക്കെ വെട്ടിക്കും വേണം. അപ്പോൾ നമ്മൾ അരീക്കോട് എത്തിയിട്ടുണ്ട്. ഹസുമോൻ ഇതാ മുടിയൊക്കെ വെട്ടിയത് സുന്ദരനായിരുന്നല്ലേ? കാണിച്ചു കൊടുക്കാം മുടിയൊക്കെ വെട്ടിയത്. അയ്യോ, മുടിയൊക്കെ വെട്ടിയിട്ട് ഇതാ സുന്ദര കുട്ടനായിരുന്നല്ലേ? ഒരു ഹായ് എടുത്ത ഒരു പ്ലെയിൻ കിസ് കൊടുത്തല്ലേ എല്ലാവർക്കും? അയ്യോ, അവൻ അരീക്കോട് വന്നാൽ എന്താ അറിയോ, വെള്ളം വേണം അറിയും. അപ്പോൾ സാധാ വെള്ളമല്ല, എന്ത് വെള്ളം? ഫ്രൂട്ടിയോ ജ്യൂസ് എന്നേ. അപ്പോൾ ഞാനിതാ ഒരു താഴെ ഷോപ്പിൽ കൊണ്ടിട്ട് ഇതാ ഒരു ഫ്രൂട്ടി വെള്ളം വാങ്ങിയെടുക്കാൻ പോകും. അവൻ അരീക്കോടങ്ങാടി വന്ന വെള്ളത്തിന് ദാഹം അല്ലേ? അപ്പം ഞാൻ എന്താ പോവാണ്. കസ്റ്റമറുണ്ട്. അവിടെ ഷർട്ട് അടിക്കാൻ വേണ്ടിട്ട് പോയി. ഇനി എന്താ മുട്ടായിയോ? മുട്ടായിണ്ട്. മതി 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 കുടിക്കാം. അവിടെ പോകുമ്പോൾ കുടിക്കാം. അപ്പം അസുവിന് അരീക്കോട് തെങ്ങിട് കൊണ്ടുവരും. ഒരു വേഗം ദായിക്കിട്ടോ. എന്തിനാ ദായിക്കുക അറിയോ? ഫ്രൂട്ടിയോ അല്ലെങ്കിൽ ലിച്ചിയോ എന്തെങ്കിലും കിട്ടാൻ വേണ്ടിയിട്ടില്ലേ? അതിനല്ലേ ദായിക്കണേ? അല്ലാതെ അവന് വെള്ളത്തിന് ദാഹിച്ചിട്ടൊന്നുമില്ല. സാധാ വെള്ളം കൊടുത്താൽ പറയും ആ വെള്ളം അല്ലെങ്കിൽ ഫ്രൂട്ടി അല്ലെങ്കിൽ ഇതേപോലെ ലിച്ചൊക്കെ കാണണം. അങ്ങനെ മുടിയൊക്കെ വെട്ടാൻ വേണ്ടിയിട്ട് പോകുന്നതിന് കണ്ടില്ലേ? നല്ല ശുണ്ടറിനാക്കിയാണ്, ശുണ്ടറിന് അല്ലേ? അപ്പോൾ ഇതാ നമ്മൾ ഷോപ്പിൻ്റെ അവിടെ സൈഡിൽ ഇരുന്നിട്ട് വെള്ളം കുടിക്കണം. കാരണം ഷോപ്പിൽ ഒരുപാട് കസ്റ്റമർ ഉള്ളതുകൊണ്ട് അവിടെ കുറേ കുട്ടികളുണ്ട്. അപ്പോൾ അവർ മുന്നിൽ നിന്ന് വേണമെങ്കിൽ അസുമോൻ കുടിക്കും. കാരണം ഇവൻ അറിയില്ലല്ലോ, ഇവൻ ചെറിയ കുട്ടിയല്ലേ. അതുകൊണ്ട് നമ്മൾ സൈഡിൽ ഇരുന്നിട്ട് കുടിച്ചിട്ടുള്ളു പോവാന്ന് വിചാരിച്ചല്ലേ? ഈ ഇപ്പം എന്താ കഴിക്കണേ? അപ്പോൾ വെള്ളം കൂടിയൊക്കെ കഴിഞ്ഞതിന് ശേഷം നെക്സ്റ്റ് ഇതാ 5 സ്റ്റാർ വേണം, അത് കഴിക്കാം കേട്ടോ. ഇവനൊക്കെ കൊണ്ടുവന്നാലേ നമുക്ക് പണിയാട്ടോ. അവനെ മുടിയിട്ടേക്കാനെ കാര്യമായിട്ട് പോകുന്നത്. പിന്നെ നമ്മളെ കുലുക്കി കുടിക്കണ്ടെന്നേ, കുലുക്കി കുടിക്കണ്ടേ? മിക്കരുവോ? പിന്നെ നമ്മുടെ ഷോപ്പിൻ്റെ കുറച്ച് മുന്നിലായിട്ട് ഒരുപാട് വെറൈറ്റി ആയിട്ടുള്ള ഡ്രിങ്കൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ ഇന്ന് വന്നിട്ടുള്ളൊരു സ്റ്റാളാണ് കേട്ടോ. അപ്പോൾ നമ്മൾ അവിടെ നിന്ന് ട്രൈ ചെയ്യാൻ വെച്ചിട്ട് പോയതാണ്. അപ്പോൾ ഇവിടെ ഒരുപാടുണ്ട് കേട്ടോ. മുളയിൽ എന്തൊക്കെ സംഭവം ആക്കി തരുന്നുണ്ട്. പിന്നെ കുടുക്കയിലുണ്ട്. അപ്പോൾ നമ്മൾ പറഞ്ഞിട്ടുണ്ട് ഒരു മുളയിലും പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഒന്ന് കുടുക്കയിലും ആക്കി പറഞ്ഞിട്ട്. മോരാണ് കേട്ടോ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. നല്ല സ്പൈസി ആയിട്ടുള്ള മോര്, ഭയങ്കര ടേസ്റ്റ് എനിക്ക് തോന്നിയിട്ടോ. കാരണം നമ്മൾ ഈ ഒരു നോമ്പ് പറഞ്ഞ പല കാര്യങ്ങളും കഴിച്ചിട്ടുള്ള ആ ഒരു ടൈം ഇതുപോലെ നല്ല സ്പൈസി കൊടുക്കുമ്പോൾ ഒരു കൂളിംഗ് ആയിട്ട് എനിക്ക് തോന്നിയിട്ടോ. അപ്പോൾ ഇതാണ് നമ്മളിന്ന് കഴിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ നമ്മളിപ്പോൾ ഡെയിലി നിസ്കാരമൊക്കെ കഴിഞ്ഞ് എല്ലാം കഴിഞ്ഞിട്ടൊന്ന് റിലാക്സ് ചെയ്തിട്ട് ഒരു 8 മണി 8:30 ആകുമ്പോൾ നമ്മൾ അരീക്കോടുക്ക് വരാറുണ്ട് കേട്ടോ. ഷോപ്പിലേക്ക് ഒന്ന് വരും. പിന്നെ നമ്മൾ ഇതുപോലെ എന്തെങ്കിലും വെറൈറ്റി കുലുക്കിയൊക്കെ കുടിച്ചിട്ടാണ് പോകാറ്. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു ഷോപ്പിൽ വന്നിട്ടുണ്ടായിരുന്നത്. അപ്പം നമ്മൾ പറഞ്ഞത് മോരും അതുപോലെ സോഡയും പിന്നെ കുറച്ച് എരിവും കാര്യങ്ങളൊക്കെ ആഡ് ചെയ്തിട്ടുള്ളൊരു സംഭവമാണ്. അപ്പോൾ ഞാൻ കുടുക്കയും ട്രൈ ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ മുളക്കുറ്റിയിലൊരു സംഭവം ഉണ്ട് കേട്ടോ, അതൊന്ന് ട്രൈ ചെയ്തിട്ടുണ്ടായിരുന്നു. സംഭവം എന്തായാലും പൊളിയായിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് പിന്നെ ഇങ്ങനെ വീട്ടിലേക്ക് പോവുകയാണ് ചെയ്തിട്ടുണ്ടായിരുന്നേ. നമുക്ക് സ്ട്രോ ആണോ? എന്തോ ഒരു മൊജിറ്റോ ഉണ്ടാക്കുന്നുണ്ട്. എന്താ മൊജിറ്റോ ഒക്കെ? ടോയ്ലറ്റ് പോവില്ലേക്കൂലേ? ലമ്മ
അപ്പോൾ ഇതിലേക്ക് ഇട്ടിട്ടുള്ള ഇഞ്ചി ഇട്ടിട്ടുണ്ട്, പുതിനേൻ്റെ ഇല, പിന്നെ അതുപോലെ തന്നെ നമ്മുടെ ചെറുതായിട്ട് അരിഞ്ഞിട്ടുള്ള നമ്മുടെ നാരങ്ങ ഇട്ടിട്ടുണ്ട് കേട്ടോ. ഇനി വേറെന്തോ ഐറ്റം വരാനുണ്ടെന്ന് പറഞ്ഞു, അപ്പോൾ അതിന് വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. ഇതൊക്കെ ഇപ്പോൾ വാങ്ങി ഞാൻ കാണാതെ പലത് കൊണ്ടുവന്നിട്ടുണ്ടല്ലോ. അപ്പോൾ ഇതാ നമ്മുടെ ഫ്രാഷൻ ഫ്രൂട്ടിൻ്റെ സ്ക്വാഷ് ഒഴിക്കുന്നുണ്ട്. അമ്മ നിങ്ങൾക്ക് വേണ്ടേ? എന്തോ ഒരു വെറൈറ്റി ഉണ്ടാക്കണം. പാഷൻ ഫ്രൂട്ടിൻ്റെ സോഡ പാഷൻ ഫ്രൂട്ടിൻ്റെ സ്ക്വാഷൊക്കെ ഇട്ടിട്ടുണ്ട്. ഞാനിതാ സോഡ ഒഴിച്ചിട്ട് ഇതാ മിക്സ് ചെയ്തെടുക്കണ്ടേ. മൊജിറ്റോ റെഡ്. എങ്ങനെയുണ്ട് ടേസ്റ്റ്? പിന്നെ നമ്മൾ അരീക്കോട് നിന്നൊക്കെ വന്നതിന് ശേഷം ഇതാ കിടക്കുന്നതിന് മുന്നേ സാലഡും അതുപോലെ തന്നെ നമ്മൾ മൊജിറ്റോ ഒക്കെ ഉണ്ടാക്കിയത് കഴിക്കുകയാണ്. അപ്പോൾ ഇത് ഫ്രൂട്ട്സിൻ്റെ സാലഡായിരുന്നു ഇക്ക് ഉണ്ടാക്കാറ് ഇപ്പോൾ നൈറ്റിൽ. അപ്പോൾ അടുത്തൊരു വീഡിയോ തൽക്കാലം വീഡിയോ വൈൻഡ് അപ്പ് ചെയ്യണം. ബൈ.